പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ അത്ഭുതപ്പെടുത്തിയ അനവധി പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പക്ഷേ ദൈവത്തെ അത്ഭുതപ്പെടുത്താൻ കഴിയുമോ? അങ്ങനത്തെ മനുഷ്യരുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മനുഷ്യൻ പറഞ്ഞ വാക്ക് ദൈവം അനുസരിക്കുന്ന പല സാഹചര്യങ്ങളും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ, അത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കാനും ചിന്തിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ബൈബിൾ അത് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. ഒത്തിരി പേരുണ്ട്. ദൈവം മോശയ്ക്ക് കാട്ടിക്കൊടുത്ത ഒരു ദൈവ മനുഷ്യനായിരുന്നു യോശുവ. നൂറിന്റെ മകനായ യോശുവ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര യുദ്ധം, ഒരു വല്ലാത്തൊരു യുദ്ധം നടക്കുന്ന ഒരു സംഭവത്തെ വെളിപ്പെടുത്തുന്നു. അഞ്ച് അമോന്യ രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് വരികയാണ്. ആ യുദ്ധത്തിന് പോകുമ്പോഴേ കർത്താവ് യോശുവ 10 അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവരെ ഭയപ്പെടരുത്. യഹോവ യോശുവയോട് പറയുകയാണ്, അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്താ അതിൻ്റെ അർത്ഥം? യോശുവേ, നീ ഭയപ്പെടാതെ പൊക്കോ, അവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. അങ്ങനെ പറഞ്ഞ് ആ കർത്താവിൻ്റെ വാക്കനുസരിച്ച് യോശുവ 5 രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അവരോടൊപ്പം ചേർന്ന് വരുന്ന 5 കൂട്ടം പടസംഘങ്ങളുണ്ട്, അല്ലെങ്കിൽ 5 രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ 5 രാജ്യത്തിനകത്ത് നിന്ന് വന്ന അത്രയും പടയാളികളുണ്ട്. അത്രത്തോളം ആളൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്നത്തെ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ 11-ാമത്തെ വാക്യം, 10 ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു. ഹല്ലേലൂയ. ആ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നതിനേക്കാൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കൽമഴ അയച്ച് അല്ലെങ്കിൽ ആ രാജാക്കന്മാരെ, അവരെ കൂടെയുള്ള പടയാളികളെ കൊന്നുകളയുവാനായിട്ട് ഇടയായിരുന്നു. ഇതിൽ രസകരമായ കാര്യം അതല്ല, അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ യോശുവയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം, അമ്മോന്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചത്. ആമേൻ. ദൈവം ഇങ്ങോട്ട് പറയുകയല്ല, യോശുവ ദൈവത്തോട് അങ്ങോട്ട് പറയുകയാണ്. അങ്ങോട്ട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ കേൾക്കെ. ദൈവത്തോട് പറയുന്നു, ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയലോൺ താഴ്വരയിലും നിൽക്ക. ആമേൻ എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് തീരുവോളം സൂര്യൻ നിന്നു, ചന്ദ്രന് നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അതോടെ ആ പാരഗ്രാഫ് അവസാനിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം, ഈ ഭാഗങ്ങൾക്കകത്ത് യോശുവ നടുകളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് സൂര്യനെ നോക്കി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. സൂര്യ നീ അയനോൻ താഴ്വരയിലും, സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയനോൻ താഴ്വരയിലും നിൽക്ക. ഹല്ലേലൂയ. ആമേൻ. ഇത് പറഞ്ഞപ്പോ സൂര്യൻ നിന്നു. എന്നിട്ട് അടുത്ത വചനം പറയാണ്, ദൈവം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ഇതുപോലൊരു ദിവസം. സ്തോത്രം. യഥാർത്ഥത്തിൽ ദൈവത്തോട് അങ്ങോട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അത് തർക്കുത്തരമാണ്. ദൈവത്തോട് അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാനിനെ തെറ്റിക്കുക യഥാർത്ഥത്തിൽ യോശുവ ചെയ്ത്. ദൈവം കൽമഴ അയച്ച് ജയം കൊടുത്തതാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വാളുകൊണ്ട് അവർ കൊന്നതിനേക്കാൾ ദൈവം കൽമഴ അയച്ച് കൊന്നവരുടെ എണ്ണം അധികം. പക്ഷേ എന്നിട്ടും യോശുവയ്ക്ക് തൻ്റെ മേൽ കിടന്ന അഭിഷേകം, അല്ലെങ്കിൽ തൻ്റെ മേൽ കിടന്ന വിശ്വാസം, തൻ്റെ അകത്ത് ദൈവം പകർന്ന വെളിപ്പാടിനെ താൻ മുറുകെ പിടിച്ചുകൊണ്ട് നടുകളത്തിൽ ഇറങ്ങി നിന്ന് ഭൂമിയിൽ നിന്നിട്ട് സൂര്യനെ നോക്കി പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ ദൈവം പറഞ്ഞില്ല യോശുവയോട് നീ പ്രവചിക്കുക, അസ്ഥി താഴ്വരയിൽ കൊണ്ടു നിർത്തി യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കുക, അത് ഒരു സൈന്യമാകും എന്നൊന്നും പറഞ്ഞില്ല, നീ പ്രവചിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ.
പക്ഷെ അത് സൈന്യമായി അവസാനം മാറി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ദൈവത്തിന്റെ ഒരു കമാൻഡറിയും ഇല്ല. ദൈവം ഒന്നും പറയുന്നില്ല യോശുവയോട്. യോശുവ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തോട് പോലും ചോദിക്കാതെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ആ പദങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അറിയത്തില്ല. യോശുവ ആ ദൈവത്തോട് പോലും ചോദിക്കാതെ തൻ്റെ അകത്ത് പകർന്ന അഭിഷേകത്താൽ, വിശ്വാസത്താൽ, തനിക്ക് ദൈവം നൽകിയ വെളിപ്പാടിനാൽ സൂര്യനെ നോക്കി പ്രവചിച്ചു. ബൈബിൾ പറയുന്നു സൂര്യൻ നിന്നു. അവിടെയാണ് എൻ്റെ പോയിന്റ് നിൽക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ വിഷയത്തെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഒരാവർത്തിയോ രണ്ടാവർത്തിയോ ഒന്നുമില്ല, പല ആവർത്തി പലയിടങ്ങളിൽ അനവധി അഭിഷിക്തന്മാർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തുടർമാനം ചിന്തിക്കാം. ആമേൻ. ഇവിടെ ഞാൻ സൂര്യനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി. ഭൂമിയുടെ വലിപ്പത്തെക്കാൾ ഏകദേശം 105 മടങ്ങ് വലിപ്പമുണ്ട് സൂര്യന്. പല പഠനങ്ങൾ പല രീതിക്കാണ് പറയുന്നത്. ഒരു പഠനം പറയുന്നു ഭൂമിയേക്കാൾ 5 മടങ്ങ് വലിപ്പമേ ഉള്ളൂ. ഒരു പഠനം പറയുന്നു ഭൂമിയേക്കാൾ 105 മടങ്ങ് വലിപ്പമുണ്ട് സൂര്യന്. ഞാൻ ഈ 105 വിട്ടിട്ട് 5 മടങ്ങിൽ പിടിക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിനകത്ത് കയറി സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ സൂര്യനെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാൻ പറ്റും എന്താണ് സൂര്യന്റെ അവസ്ഥ. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സൂര്യൻ. 2, ഭൂമിയേക്കാൾ വലിപ്പമുണ്ട് സൂര്യന്. യോശുവയെ നോക്കിയാൽ ഭൂമിയുടെ എത്രയിൽ ഒരു അംശം യോശുവ ഉണ്ടോന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. ഭൂമിയെയും യോശുവയെയും വെച്ച് നോക്കിയാൽ ഒരു കടുക് മണിയുടെ അത്രയേ ഉള്ളൂ യോശുവ, അല്ലേ? ഭൂമിയുടെ വലിപ്പം നമുക്ക് അറിയാം എത്രയാ. എണ്ണം നമ്മൾ നോക്കിയാൽ അത് ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുകയാണ്. സ്തോത്രം. പക്ഷേ ഭൂമിയുടെ ഒരംശം പോലും വലിപ്പമില്ലാത്ത യോശുവ, ആമേൻ, ഭൂമിയേക്കാൾ ഞാൻ 5 മടങ്ങ് ഇടുന്നു, 5 മടങ്ങ് വലിപ്പമുള്ള കത്തിക്കൊണ്ട് നിൽക്കുന്ന സൂര്യനെ നോക്കി പ്രവചിച്ചപ്പോൾ, പറഞ്ഞപ്പോൾ സൂര്യൻ നിന്നു. ഈ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യ ഘട്ടങ്ങളുടെ നടുവിൽ പ്രകൃതിയെ പിടിച്ചു നിർത്താൻ, നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, ക്രിസ്തു തന്ന വെളിപ്പാടിൽ, വചനം നമുക്ക് പകർന്നു തന്ന വെളിപ്പാടിൽ നിങ്ങൾക്ക് ചിലത് പ്രപഞ്ചത്തെ നോക്കി കൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ബൈബിൾ ഇങ്ങനെയാ രേഖപ്പെടുത്തിക്കുന്നത്. അതിനു മുൻപും, യോശുവ ഇത് പറഞ്ഞതിന് മുൻപും, ഇപ്പോഴും ഞാനിത് പ്രസംഗിക്കുമ്പോഴും നിങ്ങളിത് കേൾക്കുമ്പോഴും, ഇപ്പോഴും ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു സംഭവത്തെ ആരും ചെയ്തിട്ടില്ല. സൂര്യനാണ് ബിഗ്. സൂര്യൻ നിന്നൊരു കണിക വന്ന് ഭൂമിയിൽ വീണ ഭൂമി കത്തി തീരാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അത്രയ്ക്കുള്ള കപ്പാസിറ്റിയെ ഭൂമിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഭൂമിയുടെ ശക്തിയേക്കാൾ ഭയങ്കരമാണ് സൂര്യന്റെ ശക്തി. അളക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ ശക്തിയെ പിടിച്ചു നിർത്തിയ ഒരു അഭിഷേകം യോശുവയുടെ അകത്തുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം യോശുവയുടെ അകത്തുണ്ടായിരുന്നു. പ്രിയ ദൈവ പൈതലേ, ദൈവത്തെ പോലും, സത്യത്തിൽ ദൈവത്തിന് പോലും അത്ഭുതം തോന്നി, ഇവൻ എന്തായി പറയുന്നേ. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ച് ഒരുവൻ അത് ചെയ്യാൻ തയ്യാറായപ്പോൾ ദൈവം അവനെ തടുത്തില്ല. അവൻ പറഞ്ഞതുപോലെ ദൈവം അനുസരിച്ചു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. യോശുവ എന്ത് ധൈര്യത്തിൽ ഇത് പറഞ്ഞു അറിയത്തില്ല. ഇതിനു മുൻപ് യോശുവയോട് യോശുവ ആരെങ്കിലും ഇങ്ങനെ പ്രവചിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമുക്കിന്ന് ശുശ്രൂഷിക്കാൻ ഒരു മോഡലുണ്ട്, പ്രവചിക്കാൻ ഒരു മോഡലുണ്ട്, പല ശുശ്രൂഷകളും കണ്ടിട്ടുണ്ട്, പാടാൻ ഒരു രീതിയുണ്ട്, പ്രസംഗത്തിനൊരു ശൈലിയുണ്ട്. യോശുവയ്ക്ക് ഇതൊന്നുമില്ലായിരുന്നു. അപ്പോൾ യോശുവ അങ്ങ് നടുകളത്തിൽ ഇറങ്ങി അപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു, സൂര്യൻ ഇന്ന് അസ്തമിക്കണ്ട. ഒരു ദിവസം മുഴുവൻ സൂര്യൻ അസ്തമിക്കാതെ നിന്നു. സൂര്യനോട് ചോദിച്ചാൽ ദൈവം കഴിഞ്ഞിട്ട് അടുത്ത സൂര്യൻ ഭയപ്പെട്ട ഒരാളാണ് യോശുവ. യോശുവയുടെ മരണം വരെയും ഒരു പക്ഷെ സൂര്യൻ ഭയപ്പെട്ട് കാണും, ഇവൻ എപ്പോ വേണമെങ്കിലും എന്നെ പിടിച്ചു നടത്താം. ആമേൻ. സൂര്യനെയും യോശുവയും വെച്ച് നോക്കിയാൽ അവർ തമ്മിൽ എങ്ങനെ നോക്കിയാലും തത്തുല്യരാകത്തില്ല. പക്ഷെ സൂര്യൻ അറിയാം, അവന്റെ അകത്തിരിക്കുന്ന അഭിഷേകമാണ് പറഞ്ഞത്, അത് പറഞ്ഞ നിന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വേദഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത്
നിലയ്ക്കത്തക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തേണ്ടതിനെ നിർത്താൻ നമ്മുടെ അഭിഷേകത്തിന് കഴിയും. ആമേൻ. ഈ അന്ത്യകാലത്തിൽ ചരിത്രങ്ങൾ ബ്രേക്ക് ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ. ചിലപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ വിമർശിക്കുന്നവരുണ്ടാകാം. പക്ഷെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. നിങ്ങൾ ഈ ദൂതനെ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും, തീർച്ചയായിട്ടും കാണും. കാരണം യോശുവയുടെ മാത്രം ദൈവമല്ല, പുതിയ നിയമത്തിൽ അവൻ നമ്മുടെ അപ്പനായി നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. നമ്മൾ ആ പ്രവൃത്തി കാണും. ഹല്ലേലൂയ. കാലാവസ്ഥയുടെ മേൽ അധികാരം പരിശുദ്ധാത്മാവ് നമ്മുടെ അതിരത്തിൽ തന്നിട്ടുണ്ട്. അത് നമ്മുടെ അകത്ത് കിടക്കുന്ന അഭിഷേകം. സ്തോത്രം. ഒരു വ്യക്തി കർത്താവിനെ അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറായാൽ ചരിത്രം ആവർത്തിക്കപ്പെടുകയില്ല, പുതിയ ചരിത്രം എഴുതും. ആമേൻ, 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 ആമേൻ. ശൂരന്മാരുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. യോശുവ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ യോശുവയ്ക്ക് പോലും അറിയത്തില്ല. പക്ഷെ അന്നത്തെ സിറ്റുവേഷനിൽ യോശുവ പറഞ്ഞു, സൂര്യൻ നിന്നു, ചന്ദ്രൻ നിന്നു. ദൈവം യോശുവയുടെ വാക്കിനെ അനുസരിച്ച്. ഇത് ബൈബിൾ പറയുന്ന പദമാണ്. ഹല്ലേലൂയ. നീ ഒരു ദൈവ പൈതലാണോ? നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന വിഷയങ്ങളെ നോക്കി പറയാൻ, പ്രവചിക്കാൻ താങ്കൾ തയ്യാറായാൽ താങ്കളുടെ ശബ്ദത്തിന്റെ മുൻപിൽ ചിലത് നിലയ്ക്കും. താങ്കൾ അത്ഭുതങ്ങളെ കാണും. ആമേൻ. ദൈവത്തെ അത്ഭുതപ്പെടുത്തി ദൈവപ്രസാദം നേടിയ ഒരു മഹാനായ മനുഷ്യനായിരുന്നു യോശുവ. യോശുവ ചിന്തിച്ചില്ലോ, അയ്യോ, സൂര്യനോട് ഞാൻ എങ്ങനെ പ്രവചിക്കും? എന്നേക്കാൾ വലിപ്പമാണ് സൂര്യന്, ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമാണ് സൂര്യൻ. സൂര്യന്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല. സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റാത്തതാണ്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ആ പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന വേദനകൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ നിന്റെ വാക്കിന് ശക്തിയുണ്ട്. നിന്റെ വാക്കിന് ശക്തിയുണ്ട്. അകത്തിരിക്കുന്ന അഭിഷേകത്തിന് അതിന്റെ പവറുണ്ട്. അതിനെ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഒരു അത്ഭുതത്തെ കാണാം. ആമേൻ. ഈ വചനം പറയുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ എന്നെ കൊണ്ട് കഴിയും, യെസ്, എൻ്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തിനകത്ത് പറ്റും. ഒരുപക്ഷെ വിശ്വാസത്തിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വിശ്വാസത്തിനും അപ്പുറമാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. വെളിപ്പാട്, ദൈവം തരുന്ന വെളിപ്പാട്. വിശ്വാസത്തിന്റെ അടുത്ത തലമാണ് വെളിപ്പാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മുൻപാരും ചെയ്ത് കണ്ടിട്ടില്ലാത്തതൊന്ന്. ലോകം ഒരുപക്ഷെ കളിയാക്കുമായിരിക്കാം, ലോകം ഒരുപക്ഷെ പരിഹസിക്കുമായിരിക്കാം. ഇത് കേട്ടുകൊണ്ടുവന്ന ഇസ്രായേൽ ജനമൊക്കെ യോശുവ എന്ത് പറഞ്ഞെന്ന് ബൈബിളിനകത്ത് അത് എഴുതിയിട്ടില്ല. പക്ഷേ ദൈവം അവന്റെ വാക്കനുസരിച്ചു. ക്രിസ്തുവിൽ നിന്നിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി താങ്കളുടെ അതിരത്തെ തുറന്നാൽ ദൈവം അത് ചെയ്ത് തന്നിരിക്കും. ആമേൻ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായാൽ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. ആമേൻ. അങ്ങനെയുള്ള ജീവിതത്തിലേക്ക്, അല്ലെ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക്, അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് എന്നെ കൊണ്ടുവരണമേ കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആമേൻ. ഇതിനെ പ്രാക്ടീസ് ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത വ്യക്തിയുമായിട്ട് ഞാൻ അടുത്ത സെക്ഷനിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.